പോരാളി ഷാജി അടക്കം ഇടതുപക്ഷ 5 സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച് CPM. സംസ്ഥാന സൈബർ സെല്ല്, സൈബർ ഡോം, ഹൈടെക് സെല്ല് ഈ 3 വിഭാഗത്തിനും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം രാത്രിയിൽ സർക്കാർ നൽകുകയുണ്ടായി. സംശയിക്കപ്പെടുന്ന 20 പേരുടെ പട്ടികയാണ് കണ്ണൂരിൽ നിന്നും സർക്കാരിന് പാർട്ടി കൈമാറിയിരിക്കുന്നത്. പ്രധാനമായും മാടായി, പാനൂര്, തില്ലങ്കേരി, കൂത്തുപറമ്പ് തുടങ്ങിയ മേഖലയിലെ പാർട്ടി അനുഭാവികളുടെ പട്ടികയാണ് CPM തന്നെ സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഇവരാണോ പോരാളി ഷാജിയുടെ അഡ്മിൻ എന്ന് സംശയിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് CPM ഇത്തരത്തിൽ 20 പേരുടെ പട്ടിക കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് CPM-ഉം പോരാളി ഷാജിയും തമ്മിലുള്ള കൊമ്പുകോർക്കൽ രൂക്ഷമായത്. പോരാളി ഷാജിക്കെതിരെ രൂക്ഷ വിമർശനമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ രംഗത്തെത്തുകയുണ്ടായി. ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പേജാണ് പോരാളി ഷാജി എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ അഡ്മിൻ പുറത്തു വരണം എന്ന നിർദ്ദേശവും വെല്ലുവിളിയും ജയരാജൻ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ പോരാളി ഷാജിയും അതേ നാണയത്തിൽ തന്നെ ആ പേജും തിരിച്ചടിച്ചു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്തിന് എന്ന ഒരു ചോദ്യമാണ് പോരാളി ഷാജി ഉന്നയിച്ചത്. ഭരണത്തിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ജീവിച്ചവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന ഉത്തരമാണ് പോരാളി ഷാജി ഇക്കാര്യത്തിൽ നൽകിയത്. ഇതോടുകൂടിയാണ് കണ്ണൂരിലെ പാർട്ടിയുടെ നേതൃത്വം പ്രകോപിതർ ആവുകയും ഇത്തരത്തിൽ അഡ്മിനെ കണ്ടെത്തുക എന്ന വാശിയോടെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പോരാളി ഷാജിയെ കൂടാതെ CPM നൽകിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് പേജുകൾ അമ്പാടിമുക്ക് സഖാക്കൾ, അതുപോലെ തന്നെ ചെങ്കോട്ട, ചെങ്കതിർ, റെഡ് ആർമി ഇവയൊക്കെയാണ് പ്രധാനമായും CPM അഡ്മിനെ കണ്ടെത്തണമെന്ന നിർദ്ദേശ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ PJ ആർമിയിൽ എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പേജാണ് റെഡ് ആർമിയായി പിന്നീട് മാറിയത്. P ജയരാജൻ ഫാൻസ് അസോസിയേഷൻ ആണ് അതിൽ കൂടുതൽ ഉള്ളതെന്നും CPM-ന് നന്നായി അറിയാം. ആദ്യഘട്ടത്തിൽ ഈ റെഡ് ആർമിക്കെതിരെ ആരോപണങ്ങൾ ജയരാജൻ അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ CPM ഈ റെഡ് ആർമിയെ കൂടി കൈകാര്യം ചെയ്യുക എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ജയരാജൻ പ്രധാനമായും പറയുന്നത് പൂർണ്ണമായും യുവാക്കൾ ഇത്തരം പേജുകളെ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന നിലയിൽ ആശ്രയിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മാറ്റം പാർട്ടി സഖാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ്. ഈ അഡ്മിന്മാരെ എല്ലാം തന്നെ പുറത്തുനിന്നും മറ്റുള്ളവർ വിലക്കെടുത്തിട്ടുണ്ട് എന്നും ജയരാജൻ തന്റെ ആരോപണത്തിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. ഇതാണ് പോരാളി ഷാജി രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിക്കാനുള്ള കാരണം. നേരത്തെ റഹീം അടക്കമുള്ളവർക്കെതിരെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പോരാളി ഷാജിയുടെ പേജിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. 2021 ഇത്തരത്തിൽ റഹീം പോരാളി ഷാജിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തി. അതിന് മറുപടി പോരാളി ഷാജി നൽകുകയും ചെയ്തു. പിന്നാലെ പോരാളി ഷാജിക്കെതിരെ CPM വാളെടുത്തു. കുറച്ചുകാലം ആ പേജ് അപ്രത്യക്ഷമാക്കി. സാധാരണഗതിയിൽ ഇത്തരത്തിൽ CPM-നെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കി വിട്ടുകൊണ്ട് ആ ഒരു ആരോപണങ്ങളെ ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ പേജ് അപ്രത്യക്ഷമാകുന്ന കാഴ്ചകൾ കാണാറുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി തിരിച്ചടിക്കാൻ പോരാളി ഷാജിയും ഇറങ്ങി തിരിച്ചതോടുകൂടിയാണ് അഡ്മിനെ കണ്ടെത്തുക എന്ന നിലപാടുകൂടി CPM ഇറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.